പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് ഏറെ നാടകീയ രംഗങ്ങൾക്കായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾ പാർലമെന്റിന്റെ ഇരുസഭകളും സാക്ഷ്യം വഹിച്ചത്. പാർലമെന്റ് അതിക്രമത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ പ്രസ്താവന നടത്തണമെന്നും അക്രമികൾക്ക് പാസ് നൽകിയ BJP MP പ്രമോദ് സിംഹയെ സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചതിന് 146 MPമാരെയാണ് ഇരുസഭകളിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. ഡിസംബർ 14 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിലായിരുന്നു ഈ നടപടികൾ. ഇതിനെതിരെ വൻ പ്രതിഷേധമാണ് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി ഉയർത്തിയത്. ഡൽഹിയിലും മറ്റു വിവിധയിടങ്ങളിലും വലിയ പ്രതിഷേധമാണ് നടന്നത്. 543 അംഗ ലോക്സഭയിൽ ഇന്ത്യ സഖ്യത്തിനുള്ള 142-ൽ 100ഉം അതുപോലെ ഇന്ത്യ മുന്നണിക്ക് 101 സീറ്റുകളിൽ 250 അംഗ രാജ്യസഭയിൽ നിന്നും 46 പേരുമാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം MPമാരെ ഒരുമിച്ച് സസ്പെൻഡ് ചെയ്യുന്നത് ഇതാദ്യത്തെ സംഭവമാണ്. 1989-ൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൻ്റെ ചർച്ചയ്ക്കിടെ ലോക്സഭയിലെ 63 അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തതായിരുന്നു ഇതിനു മുമ്പുള്ള വലിയ സംഖ്യ. MPമാരെ പുറത്താക്കിയതോടെ മറ്റൊരു കാര്യത്തിലും കേന്ദ്രം നടപടിയെടുത്തിരിക്കുകയാണ്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ലോക്സഭയിലും രാജ്യസഭയിലുമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രതിപക്ഷ MPമാർ ഉന്നയിച്ച ചോദ്യങ്ങളെല്ലാം രേഖകളിൽ നിന്നും നീക്കം ചെയ്തു കഴിഞ്ഞു. 264 ചോദ്യങ്ങളാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട 146 MPമാർ ഇരു സഭകളിലുമായി ഉന്നയിച്ചത്. എന്നാൽ പാർലമെന്റ് അതിക്രമത്തിലടക്കം പ്രതിഷേധിച്ചതിനെ തുടർന്ന് ഇവരെ ഘട്ടം ഘട്ടമായി സസ്പെൻഡ് ചെയ്തതിനു പിന്നാലെ ചോദ്യങ്ങളെയെല്ലാം പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു. പാർലമെന്റ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്ലക്കാർഡ് അടക്കം ഉയർത്തി പ്രതിഷേധിച്ചതിനാണ് ഇരു സഭകളിൽ നിന്നും 146 MPമാരെ സസ്പെൻഡ് ചെയ്തത്. 8 ദിവസം കൊണ്ടാണ് ഇത്രയും MPമാരെ പുറത്താക്കിയിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ ഞെട്ടിച്ചായിരുന്നു പാർലമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പുറത്താക്കലിന് രാജ്യം സാക്ഷിയായത്. ഇവരുന്നയിച്ച ചോദ്യങ്ങൾ ഇരു സഭകളിലെയും വെബ്സൈറ്റുകളിൽ ഇപ്പോൾ ലഭ്യമല്ല. അതുപോലെ വിവിധ മന്ത്രിമാരോട് ഒരേ ചോദ്യം ചോദിക്കുന്ന അംഗങ്ങളുടെ ഗ്രൂപ്പുകളിൽ നിന്നും സസ്പെൻഡ് ചെയ്ത MPമാരുടെ പേരുകൾ നീക്കം ചെയ്തതായി ഇരു സഭകളുടെയും വെബ്സൈറ്റുകൾ പറയുന്നുമുണ്ട്. ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു അധികാര കേന്ദ്രമായി മോദി മാറുകയാണ്. അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ BJP ശ്രമിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഈ സംഭവം. ചോദ്യങ്ങളെ ഭയപ്പെടുന്ന മോദിയും കൂട്ടനും ഇപ്പോൾ ചോദ്യങ്ങൾ തന്നെ ഇല്ലാതാക്കുന്ന നടപടി തുടരുകയാണ്.